ഓക്കെ, തുടങ്ങാം അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജ് പഠിച്ചില്ലേ? ജസ്റ്റ് അതിനൊരു ചെറിയൊരു ചോദ്യം. ഇപ്പോ ഒരു സംഖ്യയുടെ 4% 20 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാക്കണം? ഒരു സംഖ്യന്റെ 4% 20 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാക്കണം? സിമ്പിൾ ആയിട്ടില്ല, ചെറിയൊരു കിട്ടോ? 50. ആ, എങ്ങനെ കിട്ടി? 20 സംഖ്യ ഏത്? 5% 25 അങ്ങനെയാണോ പഠിപ്പിച്ചേ? 50% ലാപ്പ് പഠിപ്പിച്ചേ? 4% 20. ആ, അപ്പോ 4% 20 സംഖ്യ ഏതെന്നാ ചോദ്യം. ആ, അത് ഒഴിവാക്കി. ഓക്കെ, ഒഴിവാക്കിയില്ലേ? ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം. ആ, കറക്റ്റ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവം. നിങ്ങൾ കടയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കല്ലേ? ഉണ്ട്. 4 പേന മേടിച്ചു. 4 പേന മേടിച്ചു. 20 രൂപ കൊടുത്തു. എത്ര കൊടുത്ത്? 20 രൂപ കൊടുത്തു. 4 പേന മേടിച്ചു. ഒരു പേനന്റെ വില എത്രയാകാരം? 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 100 പേന മേടിക്കണമെങ്കിൽ എത്ര രൂപ വേണം? 500. അത്രേ ഉള്ളൂ. അതാണ് പെർസെൻറ്റേജ്. നമ്മള് ഈ പറഞ്ഞ സാധനമാണ് എന്ത്? പെർസെൻറ്റേജ്. അപ്പോ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഒരു പേന എന്നുള്ള കൺസെപ്റ്റ് കഴിഞ്ഞ് എന്ത് ചെയ്താൽ മതി? നേരെ നമ്മൾ എന്ത് ചെയ്യാ? കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്യുക, അതിനെ മാറ്റുക. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തത്. അതിനെ നേരെ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു പേന മേടിക്കണത് അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനിയിപ്പോ അതേ രീതിയിൽ തന്നെ ഒരു 3 പേനക്ക് 18 വന്നു. അതായത് 3% 18 രൂപ. 18. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാകാരം? 6. ആ, 1% 6. സംഖ്യ ഏതാകാരം? സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും 100 പേനന്റെ വില കാണണ്ടേ? 100 പേനക്ക് എത്രയാകാരം? 600. സിമ്പിൾ അല്ലേ? എഴുതണോ? ആ, മാർക്കറ് 600. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 4 പേന. 4 പേനക്ക് 20. ഓക്കെ, ഒരു പേനക്ക് എത്രയാകാരം? ഒരു പേനക്ക് 100. 5 × 500. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോ 4%. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തരും എങ്ങനെ? കാരണം 4% 20. ഓക്കെ, ഇതിനെ ഈ ശതമാനം എന്നുള്ള മാറ്റിയിട്ട് 4 pen = 20. ഓക്കെ, 4 പേനക്ക് 20 ആക്കി മാറ്റുക. അതിനെ പിന്നെ എന്താണ്? ഒരു പേനന്റെ വില കാണുക. എത്രയാണ്? 5. അപ്പൊ അതിന് എന്ത് കിട്ടും? ഒരു പേനന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ഈ ഒരു പേന എന്ന് പറയുന്നത് സമം എന്താണ്? 1% 5. ഓക്കെ, പിന്നെ നമുക്ക് എന്താ കാണേണ്ടത്? പെർസെൻറ്റേജ്. 100% സമം 100 പേനന്റെ വില. 100 × 5 എത്ര വരാ? 500. മെന്റലാണ്, മൈൻഡ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല. ഓൺലി മൈൻഡിൽ മാത്രം എന്ത് ചെയ്യാ? ആ, വലുതാവുമ്പോ റെഡിയോ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ചെയ്യോ? മൈൻഡിൽ ചെയ്യൂലേ? കാൽക്കുലേറ്റ് ചെയ്യൂലേ? ബുക്ക് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു 6 പേനക്ക് 30 രൂപയാണ്. 6 പേനക്ക് 30 രൂപ. അങ്ങനെയാണെങ്കിൽ 1% എത്രയാകാരം? ഒരു പേനന്റെ വില 1% എന്ന് പറഞ്ഞാൽ 5. 100 പേനക്ക് എത്രയാകാരം? 100%. 20% എത്രയാകാരം? 200. 20% കാണാൻ എന്ത് ചെയ്താൽ മതി? 20 പേനന്റെ വില കണ്ടാൽ മതി. ഈ 30% ചോദിച്ചു ചോദിച്ചാലോ? 30 പേനന്റെ വില ആണ്. ഈ 120% ചോദിച്ചു, അപ്പൊ എന്ത് ചെയ്താൽ മതി? 120 പേനന്റെ വില കാണാം. സിമ്പിൾ അല്ലേ? മനസ്സിലവിടെ വെച്ചാൽ മതി, നമുക്ക് പിന്നെ എഴുതാം. ഓക്കെ, ആ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്
രണ്ടാമത്തെ ഏറ്റവും വലിയ നദി. രണ്ടാമത്തെ ചോദ്യം LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുതമ സാധാരണ ഗുണിതം. എന്താന്നുള്ളത് അറിയില്ല. അറിയില്ല. ആ ഓക്കെ. LCM കേട്ടിട്ടില്ല നിങ്ങള്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല. ആ ചെറുതും കറക്റ്റാ. ഓക്കെ, ഇത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. ഏറ്റവും വലിയ നദി ഏതാ? ഗംഗ. ചെറുതോ? ഗംഗ. കേരളത്തിലെ ഏറ്റവും വലുതോ? പെരിയാർ. ചെറുതോ? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വര പുഴ. ഒരു മഞ്ചന്റെ അത്ര വലിപ്പമുള്ളൂ. നമ്മള് മഞ്ചേക്കല്ലേ വീട്ടിൽ ഉപയോഗിക്കണേ, ചെറിയത് മഞ്ചേശ്വര പുഴ. വലുത് ഏതാണ്? പെരിയാർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4, 6. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളൂ, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ. 4, 6 എന്നീ സംഖ്യകളുടെ ലസാഗു LCM എത്ര? 6 എന്നീ സംഖ്യകളുടെ LCM ലസാഗു എത്ര? കിട്ടി. എത്ര? പറഞ്ഞോളി. 12. നെക്സ്റ്റ്. ഒന്ന് 12 എന്ന് പറഞ്ഞു. നിങ്ങളെ പേരെന്താ? ജാസിറാഗു. വേറെ ആരെങ്കിലും? വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ഒരാൾ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഉണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം. ഇതെങ്ങനെ കാണാന്നോ? ഇങ്ങനെയൊക്കെ എഴുതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 4, 6 ഇല്ലേ? ഇതിനെ 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാ? 2ന് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 2. അപ്പൊ 2. 4ല് 2 എത്ര പ്രാവശ്യം? 2. 6ല് 3. ഇനി ഉണ്ടോ? ഇനി 2നും ചെയ്യാൻ പറ്റണുണ്ടോ? 2നും ചെയ്യാൻ പറ്റണം. ഇല്ലല്ലോ? ഇല്ല. അവിടെ അവസാനിപ്പിക്കുക. ഈ L ഷേപ്പിലുള്ളതൊക്കെ ഇൻറ്റു ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് വരിക? ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര വരിക? 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12. കഴിഞ്ഞു. 12 4, 6 സംഖ്യകളുടെ LCM. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കറക്റ്റ് അല്ലേ? ഇതെല്ലാവർക്കും അറിയില്ലേ? ഇനി ഇതിങ്ങനെ എഴുതാതെ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞുതരാം. ഇതിപ്പോ എഴുതിങ്ങാണ്ടല്ലേ നമ്മൾ ചെയ്തത്. എഴുതാതെ ചെയ്യാന് ഇതിത്തെ വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ ഏതാ? ഇപ്പൊ 4, 6 തന്നു. വലിയ സംഖ്യ ഏതാ? 6. അതില് ഈ 4നെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. 6 ഹരിക്കണം 4 ചെയ്ത കറക്റ്റ് ആൻസർ കിട്ടുമോ? ശിഷ്ടല്ലാതെ? ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അതിന്റെ അടുത്ത ഗുണിതം എടുക്കുക. 6ന്റെ അടുത്ത ഗുണിതം ഏതാ? 6 ഇൻറ്റു 2 അറിയുമ്പോ എത്രക്കാരം വരിക? 12. അടുത്ത മൾട്ടിപ്പിൾ ഗുണിതം എടുക്കുക. അപ്പൊ 6 ഇൻറ്റു 2 12. 12ല് 4നെ ഹരിച്ചൂടെ? ഹരിക്കാം. 12ല് 6നെ ഹരിച്ചൂടെ? അതന്നെയാണ് എന്ത്? LCM. ഓക്കെ, LCM എന്ന് പറഞ്ഞപ്പോ എന്താണ്? 2ന് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2ന് ഹരിക്കാൻ പറ്റണ ഏറ്റവും ചെറിയ സംഖ്യ. 2 സംഖ്യ ആണെങ്കിൽ 3 സംഖ്യ ആണെങ്കിലോ 3ന് ഹരിക്കാൻ പറ്റണ ഏറ്റവും ചെറിയ സംഖ്യ. മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ അടുത്തുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുത്താണ്. നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നല്ലേ. അടുത്തിരിക്കണവർക്ക് പറഞ്ഞോട്ടെ. ആൻസർ എഴുതിയോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ 2 സംഖ്യ തരാം. അതിന്റെ LCM നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാണ്. ഓക്കെ, വേറെ 2 സംഖ്യ തരാം. LCM കണ്ടുപിടിക്കാം. മൂന്ന് 6. 2നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതാണ് കോൺസെപ്റ്റ്. ഇതിന്റെ LCM. കറക്റ്റ് ആണ്.
ആ ഓക്കെ, ഏതാണ്? 6 ഉത്തരം. എങ്ങനെ കിട്ടി? ആ, ഈ 3 ഇതിൽ അരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വലിയ സംഖ്യ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് വലിയ സംഖ്യ എടുക്കുക. വലുതേതാ? 6. അതെടുത്തു. എന്നിട്ട് നമ്മൾ നോക്കാം ബാക്കിയുള്ള സംഖ്യനെ അതിൽ അരിക്കാൻ പറ്റുമോ. ബാക്കിയുള്ള സംഖ്യ ഏതാ? 3. 3നെ 6 അരിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. കഴിഞ്ഞു. അപ്പൊ ആൻസർ ഏതാ? 6. ഇനി പറ്റൂലെങ്കിലാണ് എന്ത് പറഞ്ഞത്? അതിന്റെ അടുത്ത ഗുണിതെടുക്കുക. എന്നിട്ട് അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ? അടുത്ത ഗുണിത പറഞ്ഞുതരാം. അവിടേക്ക് എത്തുമ്പോ നമുക്ക് പറയാം. അവർക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് വലിയ സംഖ്യ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? അതില് ചെറിയ സംഖ്യനെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. എന്താണ് ഡിഫിക്കൽട്ട് അല്ലേ? ആ, ഇത് ബേസ് പഠിച്ചിട്ട് അല്ല, ഇതതിനല്ല, നമുക്ക് വേറെ ആവശ്യം ഓർക്കാൻ ടൈം എടുക്കാനാണ്, ബേസ് ഉണ്ടാക്കിയിട്ടാണ്. ഓക്കെ, ഇതില്ല സഗു പഠിക്കാനല്ല. ഓക്കെ, റെഡി അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് പഠിക്കണ എന്തിനാന്നോ? ഇത് നമുക്കൊരു ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഓർക്കാൻ ടൈം പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ബേസ് ഉണ്ടാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ തല മുതലേ പോവാണ്. ബേസ് മുതൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത്? തലക്കം തന്നെ ഇങ്ങനെ പോകുന്നത്. ഇത് ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, എന്നാ ഇനി ജസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യനും കൂടി തരാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യന് 3, 4. ആ, അതിന്റെ LCM എത്ര കാര്യം വരാം? 3, 4. രണ്ടിനെ ഹരിക്കാൻ പറ്റണ ഏറ്റവും ചെറിയ സംഖ്യ. ആ, കറക്റ്റാ. എട്ടിലും പോവില്ല. അപ്പൊ അടുത്തേതാ? 12 പോവും. യെസ്, അത്രേ ഉള്ളൂ. 12 അല്ലേ? എങ്ങനെ കിട്ടി? ആദ്യം വലിയ സംഖ്യ എടുക്കുക. വലുതിൽ ചെറുത് പോവും. 4 ഹരിക്കണം 3 കറക്റ്റ് ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ഗുണിത എടുക്കുക. 4ന്റെ അടുത്ത ഗുണിത ഏതാ? 8. 2, 4, 8. 8ല് 3 പോവോ? ഇല്ല. അടുത്ത ഗുണിത എടുക്കുക. ഏതാ? 12. 12ല് 3 പോവൂലേ? അതന്നെ, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ചെയ്യേണ്ട എത്ര ഉള്ളൂ? ആദ്യം എന്തെടുക്കണം? വലിയ സംഖ്യ എടുക്കുക. അതിൽ ചെറിയ സംഖ്യനെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റൂലെങ്കിൽ എന്ത് ചെയ്യാ? നേരെ അടുത്ത ഗുണിത എടുക്കുക. അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ? അടുത്ത ഗുണിത എടുക്കുക. അവിടെ എന്ത് ചെയ്യാ? മൂന്നാമത്തിൽ എന്തായാലും കിട്ടും. അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പോവാ. കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ എന്ത് വരുള്ളൂ? അടുത്തത് വരയ്ക്കാം. PSCക്ക് അധികം ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അടുത്തൊരു ഗുണിതം കൂടി എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. എല്ലാവർക്കും കിട്ടൂലേ? ഉറപ്പല്ലേ? ഇതൊക്കെ ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് പെർസെന്റേജ് പറഞ്ഞു. പെർസെന്റേജിന്റെ എന്താ പറഞ്ഞേ? ഒരു സംഖ്യന്റെ 3% 12 ആണെന്ന് പറഞ്ഞ 1% എത്ര കാരം? 1% 4. 100% എത്ര കാരം? 100 പേനക്ക് എത്ര കാരം? 400. 400 അല്ലെ? 100 പേനക്ക്, ഒരു പേനക്ക് എത്രയാണ്? 4. 4% 12 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാ മാറ്റുക? 4 പേനക്ക് 12. അപ്പൊ ഒരു പേനക്ക് എത്ര കാരം? 4. അങ്ങനത്തെ 100 പേനക്ക് എത്ര കാരം? 400. നേരെ പെർസെന്റേജിന് എന്ത് ചെയ്താൽ മതി? അതിക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഓക്കെ ആയില്ലേ? LCM ഓക്കെ അല്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാട്ടോ. കാരണം ഇത് ബേസ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്ക് കയറും. അപ്പൊ പിന്നെ കിട്ടാതെ വെക്കുമ്പോ എന്താവും? ബുദ്ധിമുട്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? LCM നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ ഇംഗ്ലീഷ് ആണ് എന്ത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാ? പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടുണ്ടെന്നാ ടീച്ചർ പറഞ്ഞു. കുറെ പഠിച്ചിരിക്കുന്നത്. കുറെ ഉണ്ട്. എത്ര ഉണ്ട്? 7 8 ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? ഈ തലക്കുന്നത് പോരാ. ഇതിന്റെ ഒന്ന് ഗുജറാത്താണ്. ഒന്ന് ഗുജറാത്ത്. 2 രാജസ്ഥാൻ. ഓക്കെ. മൂന്നാമത്തത് മധ്യപ്രദേശ്. അടുത്ത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം.
ബുര മധ്യച്ച ജാബത്രിമി. ഏതൊക്കെയാണ്? ബുര മധ്യച്ച ജാബത്രിമി. ഗുജറാത്ത്, രാജസ്ഥാന്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം. ഇത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാള്, ത്രിപുര, മിസോറാം. ഓക്കെ അല്ലേ? ഗുജറാത്ത്, രാജസ്ഥാന്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം. 8 എത്ര കുട്ടിയാ ഇനി ഉണ്ടോ? ഏതാ ഇനിയുണ്ട്. അവരുണ്ടാവല്ലോ അല്ലേ, വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് LCM, ഒന്ന് പെർസെന്റേജ്. അത് മൈൻഡിൽ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയും കൂടി തരാം. 2, 6. LCM ഏതാ കാരണം? 2, 6. LCM 2, 6. LCM ഏതാ കാരണം? 6. വലുതല്ലേ? എന്ത് നോക്കിയാൽ മതി? വലിയ സംഖ്യ എടുക്കുക, ചെറുതില് പോവോ നോക്കുക. ചെറുതില് പോവോ? 6 ആയിരിക്കണം. 2 ആൻസർ ഇല്ലേ? ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഏതാണ് LCM? വലിയ സംഖ്യ. ഇതാണ് എന്ത്? LCM. ഓക്കെ അല്ലേ? എന്നാ നീ ഹെഡിങ് എഴുതിക്കോളി, ക്ലോക്ക് ആൻഡ് ടൈം. ഞാൻ തൂരാ. എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടോ? എന്നാ മാറ്റാം. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്ലോക്ക് ആൻഡ് ടൈം എടുത്തിട്ടുണ്ടോ? ഡേറ്റ് അല്ല എടുത്ത്? കലണ്ടർ ആണെങ്കിൽ ഡേറ്റ് ആക്കാം. അത് മിറർ ഇമേജ് ആക്കാം. ഇവിടെ എടുത്തിട്ടുണ്ടോ? ചോദിച്ചു നോക്കി. എടുത്തിട്ടുണ്ടോ? ക്ലോക്ക് ആൻഡ് ടൈം എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ആംഗിൾ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആംഗിൾ കാണാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. നോട്ടുണ്ടോ? അല്ല, എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല ടോപ്പിക്ക് മാറ്റാം. ജസ്റ്റ് അതിന്റെ ബേസ് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഓക്കെ, ക്ലോക്ക് ആൻഡ് ടൈം. ഇതിൽ നമുക്ക് എങ്ങനെ ചോദിക്കാന്നോ? ക്വസ്റ്റ്യൻ എഴുതരാം. സമയം 9:30. ക്ലോക്കിന്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എല്ലാത്തിലും ക്ലോക്കിന്റെ പ്രതിബിംബത്തിൽ കാണുന്ന 1:30. ഇവിടെ ഓപ്ഷൻ തരാം. A 1:30, B 2:30. ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ആൻസർ? 1:30 അറിയണല്ലോ. ഒന്ന് കൈ ബന്ധിച്ചാണ്. 1:30 ആൻസർ എന്നില്ലോ.
ക്ലോക്കിൽ 9:30 സമയം. അത് കണ്ണാടി കൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാണുക? 1:30 എന്ന് പറയുന്നത് ആക്കണേ. ഇനി 2:30. രണ്ട്. നോക്കാം കറക്റ്റ് ഏതാ നോക്കല്ലേ നമുക്ക്. 2:30 നോക്കാം കറക്റ്റ് ഏതാ നോക്കാം. എന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? 11-നേക്കാൾ ചെറിയതാണെങ്കിൽ, മണിക്കൂർ 11-നേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാ? 11:60 ഈ സമയം കുറച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ്. ഇതെന്ത് ചെയ്യാ? 11:60. 11:60 എന്ന് പറഞ്ഞാൽ എന്താ? 12 മണിയല്ലേ? 11 മണിക്കൂറും 60 മിനിറ്റും. ഈ 11:60 എന്ത് കുറച്ചാൽ മതി? ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി നിങ്ങള്. 11:60 എന്ത് കുറക്കുക? ഇത് മൈനസ് ചെയ്യാം. -9:30 എത്ര വരാ? 11:60 -9:30. നേരെ എന്ത് ചെയ്യാൻ മതി? കുറക്കാം. നീ 11-നേക്കാൾ വലിയ സമയമാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ട്രെയിൻ ടൈം ആക്കി എടുക്കുക. 23. ടോട്ടൽ എത്ര ഹവേഴ്സ് ഉള്ളത് ഒരു ദിവസത്തില്? 24. 24 എങ്ങനെ പറയാ? 23 മണിക്കൂറും 60 മിനിറ്റും. അപ്പൊ 23:60 എന്ത് ചെയ്താൽ മതി? നേരെ കുറച്ചാൽ മതി. സിമ്പിൾ ആണ്. ഈ മാർക്ക് ഒരിക്കലും കളയരുത് കേട്ടോ. കാരണം എന്ത് ചെയ്താ? നേരെ 11:60 കുറക്കണം നിങ്ങൾക്ക് തന്ന സമയം. 11:60 മൈനസ് ഇവിടെ തന്ന സമയം എത്ര വരാ? 60-ന് 30 പോയാ 30. 11-ന് 9 പോയാ 11-9 പോയാ 2. ആൻസർ ഏതാ? ഇതാണ് ശരി, ഇത് തെറ്റാണ്. 2:30 ശരി, 1:30 തെറ്റാണ്. ഓക്കെ, അപ്പോ 11:60 മൈനസ് ഇതെന്താണ്? തന്ന സമയം. നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്ന എന്ത് ചെയ്യാ? സമയം അവിടെ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 11 മണിന്റെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യാ? 23:60 എന്ന് ഓർക്കാം. 23:60 പറഞ്ഞാൽ 24 മണിക്കൂറല്ലേ ഒരു ദിവസത്തിലല്ലേ? അതിന് നമുക്ക് 23 മണിക്കൂറും 60 മിനിറ്റും എഴുതാലോ. അപ്പൊ അതിന് എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാം. ഇത് 12 മണിയാണ്, കാരണം 11 മണിക്കൂറും 60 മിനിറ്റും 12 മണിയായില്ലേ? ഓക്കെ, അതേപോലെ ഇന്നൊരു ക്വസ്റ്റ്യൻ തരാം. 11 മണി കഴിഞ്ഞിട്ടില്ലേ? ജസ്റ്റ് ഒറ്റ 12 മണി തന്നെയാണ്, മാറൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളി. ഞാൻ ഇവിടെ മാത്രം മാറ്റണുള്ളൂ, നിങ്ങള് ക്വസ്റ്റ്യൻ പുതിയതാക്കി എഴുതുക കേട്ടോ. 24 hours റെയിൽവേ ടൈമാണ്. ഇനി 8:20. 8:20 8:20 3:40. ഒന്നുമില്ല, നേരെ മൈനസ്. തിരിച്ചിട്ടാലും മതി, തിരിച്ചാ മതി. 8:20. ക്ലോക്ക് നോക്കിട്ടെന്ന് പറയാം. 3:40 കറക്റ്റാ. 3:40 കറക്റ്റ്. അപ്പോ ഈ സമയത്തിന് എന്താ ചെയ്യാ? 11:60 മൈനസ് ഇത് 8:20. 60-ന് 20 പോയാ 40. 11-ന് 8 പോയാ 3. 3:40. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ തരാം. മാറ്റല്ല, അത് അതേപോലെ തന്നെ നിൽക്കും. 6 മണിയാണെങ്കിൽ നേരല്ലേ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ലേ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത റൈറ്റ് അല്ലേ? എന്നാ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളി. 8th സ്പീഡ് കുഴപ്പമില്ലല്ലോ? സ്പീഡ് ഉണ്ടെങ്കിൽ പറയട്ടോ, എനിക്കറിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളി. സമയം 12:10. നോക്കാം. അപ്പൊ ഇവിടെ 12 അല്ലേ? മറ്റോടത്ത് നമുക്ക് 11 വരെ ഉള്ളൂ. 11:60. ഇതിലേറെ വലിയതല്ല ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് പറ്റൂല. ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാ? 23:60. ഓക്കെ, 23:60 മൈനസ് 12:10. 60-ന്ന് പോയാ 50. 23-ന്ന് 12 പോയി കഴിഞ്ഞാൽ എത്ര അല്ലേ?
എത്ര 11 11:50 ആ ക്ലോക്കിൽ നിർത്തിയാ മതി. കറക്റ്റാ. ഒരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ട് നമുക്ക് ഹയർ ലെവലിലേക്ക് പോവാം. റെഡി അല്ലേ? ഇതെല്ലാവർക്കും കിട്ടൂലേ? ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അതായത് 11ന്റെ താഴെ സമയമാണെങ്കിൽ 11:60 കുറക്കുക. അല്ല 11നേക്കാൾ വലിയ സമയമാണെങ്കിൽ എന്ത് ചെയ്യുക? 23:60. 24 അല്ല 23:60 കുറക്കുക. റെഡി അല്ലല്ലോ അല്ലേ? ഒറ്റ ക്വസ്റ്റ്യനും കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. എട്ട് മണിയാവുമ്പോ എന്താ കാരണം വരാ? ആ അത്രേ ഉള്ളൂ, മിനിറ്റ് ഇല്ല. 8 മണി. ആ നോക്കാം. 3:60 ആൻസർ ഷീറ്റിൽ ഉണ്ടാവില്ല. 3:60 പറഞ്ഞാൽ എത്ര വരാ? 4 മണി. എത്രയാണ് കിട്ടിയേ? 4 കിട്ടിയോ? ആ 4 മണി. ആ ഇനി എന്താ ചെയ്യണമെന്ന് കണ്ടോളി. 12 അല്ല 11:60. ഇങ്ങനെ ഇവിടെ മിനിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? 12 നേരെ കുറച്ചാ മതി. മിനിറ്റ് ഇല്ലെങ്കിൽ 12 നേരെ കുറച്ചാ മതി. ഇത് ഇവിടെ മിനിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് വേണ്ട. എന്ത് മതി? 12 - 8. ഓക്കെ. മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്തിട്ടാ മതി? 11:60 ഇട്ടാ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 12 നേരെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ 12 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരാ? 4. ഓക്കെ. പന്ത്രണ്ട് നേരെ മൈനസ് ചെയ്താൽ മതി. റെഡി അല്ലേ? 4 മണി. ആൻസർ എത്ര വരിക? 4 മണി. ഇവിടെ ഈ 11 ഹവർ 60 മിനിറ്റ് എന്ന് പറയുമ്പോ ഇത് സമം എന്തിന് ഈക്വൽ ആണ്? 12 മണിക്ക് ഈക്വൽ ആണ് അല്ലേ? 12 ഹവേഴ്സ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മണിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? നേരെ 12 മണിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. റെഡി ആണല്ലോ? ഇത് നിങ്ങൾ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് വരുമ്പോ അതിന് തീരുമാനാക്കിയാൽ മതി ഇതിന്റെ ആൻസർ എത്ര എന്നില്ലേ. 12 മണി. 12 മണിയാവുമ്പോ ക്ലോക്കത്തെ ഇന്റർവെല് കഴിയുമ്പോ അത് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി എത്രയാണെന്നില്ലേ. 12 മണിയാവുമ്പോ എന്തെന്നെയാണ്? 6 മണിയാണെങ്കിലോ? ഇവിടെ 6 ആണെങ്കിലോ? 6 തന്നെ. ഓക്കെ അല്ലേ? അത്ര ഉള്ളു ക്ലോക്കിന്റെ ബേസ് കേട്ടോ. ഇതിന് നേരെ തിരിച്ചു ചോദിച്ചാലും തന്നെ കേട്ടോ ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ ഒന്ന് മാറി വരും. ആ ഒരു ചോദ്യം കൂടി എഴുതി തരാം. എങ്ങനെ ചോദ്യം വരുന്നോ? പ്രതിബിംബം തന്നുകാണ്ട് യഥാർത്ഥ സമയം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളി. അപ്പോൾ തന്നെ കേട്ടോ മെത്തേഡിനൊന്നും മാറ്റില്ല, ക്വസ്റ്റ്യൻ മാറുന്നുള്ളൂ. ഒരു ക്ലോക്കിന്റെ അത്രേ ഉള്ളൂ. എന്താണ്? ഒരു പ്രതിബിംബത്തിൽ കാണുന്ന സമയമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ? യഥാർത്ഥ സമയം. നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ചോദിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല, സെയിം മെത്തേഡ് തന്നെ. മെത്തേഡ് മാറുന്നില്ല.
ക്വസ്റ്റ്യനെ മാറുള്ളൂ. ക്വസ്റ്റ്യനെ മാറുള്ളൂ. കാരണം ഇവിടെ 3:30 ആകുമ്പോ അവിടെ ഏതാ കാരം മറ്റേ 11:60 കുറച്ചാ പോരെ. മറ്റേ നമ്മള് അതേ തന്നെ ഒന്നും ആലോചിക്കല്ല. സെയിം മെത്തേഡ് തന്നെ, മാറ്റല്ല, ക്വസ്റ്റ്യൻ മാറുന്നുള്ളൂ. 8:30 അല്ലെ? നേരത്തെ നമ്മൾ 8:30 ക്ലോക്കിലാവുമ്പോ പ്രതിബിംബത്തിൽ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരിക? 3:30 അല്ലേ കിട്ടിയേ? അപ്പൊ നേരെ അത് തിരിച്ചു വരും. പ്രതിബിംബത്തിൽ വന്നാൽ അങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഒക്കെ തന്നെ, മെത്തേഡ് ഒന്നും മാറ്റില്ല. നേരെ എന്ത് ചെയ്താൽ മതി? 11:60 മൈനസ് 3:30 3:30. ഇനി ഇത് വലുതാണെങ്കിലോ 12ന്റെ മേലെയാണെങ്കിൽ 23:60. 23:60. ക്വസ്റ്റ്യൻ മാറുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഇവിടെ ചെറിയ മാറ്റം വരും. പക്ഷെ ആൻസറിൽ നമ്മൾ ചെയ്യുന്നതിലൊന്നും എന്തില്ല, മാറ്റം വരൂല. ഓക്കെ അല്ലേ? അപ്പോ 11:60 മൈനസ് 3:30 എത്ര വരാ? ഇവിടെ 30 ഇട്ടും ഇവിടെ എത്ര ഇട്ടാ? 8:30. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോളി. ഈ 3:30 മാറ്റിയിട്ട് ഇവിടെ 12:50 ആക്കാം. 3:30 മാറ്റിയിട്ട് 12:50. ഓക്കെ അല്ലേ? എത്ര ആൻസർ കിട്ടി? ഇവിടെ 12 അല്ലേ? അപ്പോ 11:60 മൈനസ് ചെയ്യാൻ പറ്റുമോ ഇതിനെ? ഇല്ല, പറ്റൂലല്ലോ. ഇല്ല. അപ്പൊ ഇതിന് പകരം എന്താക്കണം? 23:60 മൈനസ് 12:50 എത്ര വരും? 10. ഇവിടെ 11:10. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി എഴുതിക്കോളിയും. ഇതിപ്പോ നമ്മള് ചെയ്തു. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഇതില് ഇല്ലല്ലോ. നമ്മൾ അടുത്തതിലേക്ക് പോവാട്ടോ. നമ്മൾ സിമ്പിൾ ടോപ്പിക്കാണ്, ഒന്നുമില്ല. വെറുതെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, മനസ്സിലാക്കി വെക്കാൻ. അതായത് 11ന്റെ താഴെയുള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യാ? 11:60 മൈനസ് ചെയ്യാ. 11നേക്കാൾ വലിയ സമയമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 23:60 മൈനസ് ചെയ്യാം. 12നേക്കാൾ വലുതാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാ? 23:60. ഇനി പെർഫെക്റ്റ് സമയം തന്ന അപ്പൊ 8 മണി, 3 മണി, 2 മണി, 1 മണി അങ്ങനെയൊക്കെ തന്നെ എന്ത് ചെയ്താൽ മതി? 12 മൈനസ് ചെയ്യാം. 47 ഒക്കെ ആണെങ്കിൽ ഇതിന് കുറച്ചാൽ മതി. 23 അങ്ങനെ ആൻസർ വരും. ഓക്കെ. അവിടെ ഏത് വന്നാലും കുഴപ്പമില്ല. മിനിറ്റ് ഏത് വന്നാലും എന്തില്ല, കുഴപ്പമില്ല. പിന്നെ 60നേക്കാൾ വലിയ മിനിറ്റ് വരൂലല്ലോ. 60 കാരണം 1 മണിക്കൂറായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കൊന്നും പ്രശ്നമല്ല. ഇനി ഇത് ഓക്കെ അല്ലേ? പഠിച്ചു. ക്ലോക്ക് പഠിച്ചു. ഇന്നത് നിർത്തി. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറെ സാധനം ചോദിക്കും. സമയം 10:30 ആവുമ്പോ മണിക്കൂർ സൂചിന്റെയും മിനിറ്റ് സൂചിന്റെയും ഇടയിൽ കണ്ടോ അവിടെ ഒരു ആംഗിൾ ഉണ്ടോ? 11:10 ആവുമ്പോ ഒരു കോണുണ്ടല്ലോ. ആ കോൺ എത്രയാക്കാരെന്നാ ചോദിക്കണേ? കോൺ അഥവാ ആംഗിൾ 90 അല്ല, 10:30. 10:30 അതിന്റെ ഇടയിലുള്ള കോൺ എത്രയാക്കാരൻ? മിനിറ്റ് സൂചിന്റെയും മണിക്കൂർ സൂചിന്റെ ഇടയിൽ ഇങ്ങനെ കോൺ ഉണ്ടാവുമല്ലോ. ആ കോൺ എത്രയാക്കാരൻ? ഇന്ത്യ തരാ. അതിന്റെ ആ രണ്ടുണ്ടല്ലോ, 12 മുതൽ 1 വരെ ഓരോ ഗ്യാപ്പിലും 30 ഡിഗ്രി ഉണ്ടാവുക. ഓരോ ഗ്യാപ്പിലും 30 ഡിഗ്രി ഉണ്ടാവുക. ഓക്കെ. അതായത് 1:2 ആ മണിക്കൂർ ഇങ്ങനെ ടോട്ടല് 360 കിട്ടും. അപ്പൊ ഓരോന്നിന്റെ ഇടയിൽ 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ 10:30 എന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കിയാൽ മതി. എത്ര ഉണ്ട്? എത്ര കാരം? 10:30 പറയുമ്പോ സൂചി എവിടെ കാരം? ഒന്ന് 10 കാരം, ഒന്ന് 6 കാരം. ആ 10ന്റെ 6ന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? 120. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും? 10 മണി എന്ന് പറയുമ്പോഴല്ലേ കറക്റ്റ് ഇവിടെ നിൽക്കുള്ളൂ, 10 നിൽക്കുള്ളൂ. പിന്നെ 30 വരെ വരുമ്പോ അതിന് കുറച്ചും കൂടി അങ്ങോട്ട് കയറി പോകില്ല ഇയാള്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ മിനിറ്റിന്റെ പകുതി തീർന്നാണ് കുറച്ചാൽ മതി. 40 കിട്ടിയില്ലേ, 120 കിട്ടിയില്ല നിങ്ങൾക്ക്? അതിന് ആ മിനിറ്റിന്റെ പകുതിയാണ് കുറക്കുക. അപ്പൊ എത്ര വരാ? മിനിറ്റ് എത്ര ഇവിടെ? 30. 30ന്റെ പകുതി എത്ര? 15. അത് കുറച്ച് എത്ര വരാ? 120 15 കുറച്ചാ അതാണ് ആൻസർ. മനസ്സിലായില്ലേ? അത് ലോജിക്ക് ചെയ്യാല്ലേ കേട്ടോ.
ഇതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കുക. 10 സ്റ്റെപ്പ് എഴുതി ആ ഇവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് നോക്കിക്കോളിട്ടോ. 10 30 അല്ലേ? 30 മിനിറ്റ്. ഇത് സൂചി ഏത് സംഖ്യമേകാരം? ഈ 30 മിനിറ്റ് ആവുമ്പോ സൂചി ഏത് സംഖ്യമേകാരം? 6. ഓക്കെ, ഡിഫറൻസ് എടുക്കുക. 10ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 മൈനസ് 6 സമം 4. ഒരു ഗ്യാപ്പ് ഓരോന്ന് എത്ര വരുന്നത്? 30. അപ്പൊ 4 ഇൻറ്റു 30. ഒരു ഗ്യാപ്പ് ക്ലോക്കില് 1 to 2 30 ഡിഗ്രി, 3 30 ഡിഗ്രി, 4 30 ഡിഗ്രി. ടോട്ടൽ ഇങ്ങനെ മുപ്പത്. അപ്പോ ഇവിടെ ഏഴ് 8 120. ഇനി കഴിഞ്ഞിട്ടില്ല. ഇന്നെന്ത് ചെയ്യാ? ഈ 30ന്റെ ഹാഫ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞ കറക്റ്റ് ഇവിടെയാണ് വരണ്ടേ. അത് 10 മണിയാവുമ്പോ മാത്രമേ വരുള്ളൂ. 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വരും, കാരണം കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അത് എത്രയെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? മിനിറ്റിന്റെ ഹാഫ് എടുക്കുക. മിനിറ്റിന്റെ ഹാഫ് 120 മൈനസ് മിനിറ്റിന്റെ ഹാഫ് എത്ര വരാ? 15. ഇതെന്താണ്? അതിന്റെ പകുതി, മിനിറ്റിന്റെ പകുതി. 120 15 കുറക്കാം. അതായത് 10 മണിയാവുമ്പോ മാത്രമേ കറക്റ്റ് നിൽക്കുള്ളൂ. അത് കിട്ടില്ല ഓൾക്ക്. ഇത് 2 കേസ് വരുന്നുണ്ട്. അതായത് ചില സമയത്ത് കുറക്കാകാരം, ചില സമയത്ത് കൂട്ടാകാരം. പിന്നെ ഇവിടെ കൂട്ടാണോ കുറക്കാണോ? ചില സമയത്ത് കുറക്കണോ വരും, ചില സമയത്ത് കൂട്ടണോ വരും. ഇവിടെ ഞാൻ കുറക്കാന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു മാറ്റമുണ്ട്. അവിടെ എന്താ വരിക? ഇത് എവിടെ വരുന്നോ കാണി, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ എന്താ വരിക? പ്ലസ് ആണ് വരിക. ഓക്കെ, മറ്റേത് വരുമ്പോ എന്താ വരിക? മൈനസ് ആണ് വരിക. ഓക്കെ, അത് അതായത് ക്ലോക്കിൽ വരുമ്പോഴേ ഇവിടെ വന്ന് ഇങ്ങനെ വരുമ്പോ 9:30. ഇനി 9:35 എന്ന് പറയുമ്പോ 35 ഇവിടെയാണ് വരിക. 30 വരുമ്പോ ഇങ്ങനെ വരും, 6ന്റെ ഇവിടെ. ഇനി അടുത്ത സമയം വരുമ്പോ ഇവിടെ 10 ഉണ്ടാവും, ഇവിടെ 7 ഉണ്ടാവും. അടുത്ത ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താ സംഭവിക്കണേ? ഈ സൂചി ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, കുറച്ച് പൊന്തും ഇവിടെ, ചെറിയൊരു ഡിഫറൻസ്. ഫുള്ളായിട്ട് ഇങ്ങോട്ട് എത്തുമോ? ഇല്ല. 9 എത്ര ആവുള്ളൂ? 35. ഒരു ചെറിയ ഗ്യാപ്പ്. ഇതെന്താണ്? ഇതിനോട് കൂട്ടല്ലേ വേണ്ടത്? ഇവിടെ ആംഗിള് 30 എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ? 30 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? കൂട്ടാം. ഇത് കൺഫ്യൂഷൻ ആക്കണ്ട, ഇക്വേഷൻ ആയിട്ട് തരാം, പ്രശ്നമില്ല. റെഡി അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം, നിങ്ങൾ ചെയ്യണ്ട കേട്ടോ, ഞാൻ ചെയ്തുതരാം. ഇപ്പോ 4:30 4:30 ആംഗിള് എത്ര എന്നാണ് ചോദ്യം. 4:30. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ 4 എഴുതി, ഹവർ എഴുതി. ഓക്കെ, അതിന് മൈനസ് 30 എന്ന് പറയുമ്പോ എത്രക്കാരം വരിക? 6. ഓക്കെ,
ഇവിടെ കണ്ടോ ഇത് ചെറുതാണ്, ഇവിടെ വലുതാണ്. ഓക്കെ, അപ്പൊ എന്താ ആൻസർ വരിക? 4 മൈനസ് 6 എത്ര വരിക? -2 വരിക. -2. ഓക്കെ, ഇനി ഇൻറ്റു 30 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ എത്ര വരിക? -2 × 30 60 ഡിഗ്രി മൈനസ്. അപ്പൊ ഇവിടെ എന്താണ് വരിക? -60 പ്ലസ് മിനിറ്റിന്റെ പകുതി എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ പ്ലസും മൈനസും വരുമ്പോ എന്താ വരിക? പ്ലസും മൈനസും വന്നാൽ എന്താ വരിക? അല്ല, വലുതിന്ന് ചെറുത് ഓർക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാ? ഇവിടെ എന്തായിട്ട് മാറും? ഇത് ഒഴിവാക്കിയിട്ട് നേരെ മൈനസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ മൈനസ് വരുന്ന എവിടെ മനസ്സിലായില്ലേ? ഇവിടെ ചെറിയ സംഖ്യ വന്നു കഴിഞ്ഞാല് ഇവിടെ മൈനസ് ആവും, ഇവിടെ വലിയ സംഖ്യ ആണെങ്കിൽ പ്ലസ് ആവും. ഇത് ചെറുതാകുമ്പോ ഇവിടെ മൈനസ് ആവും, ഇവിടെ വലുതാകുമ്പോ ഇത്. ഓക്കെ, ഇതുള്ള ടീച്ചറെ മാറ്റം. ഇവിടെ ചെറുതാവുമ്പോ എന്താവും? ഇവിടെ മൈനസ് ആവും. ഇനി നോക്കാം. 4:60. ഓക്കെ, ഇവിടെ ഹവർ നേരെ എഴുതി എത്ര? 4 മൈനസ് 60 എന്ന് പറയുമ്പോ സൂചി എവിടെക്കാരം? 60 വേണ്ട, 30 മതി. സൂചി എവിടെ? 30 കൊടുക്കാം. 6 എഴുതി. ഇതിനേക്കാൾ ചെറുത് ഇവിടെ വന്നു, ഇവിടെ ചെറുത് വരുമ്പോ. ഓക്കെ അല്ലേ? ഇവിടെ ചെറുത് വരുമ്പോ അപ്പൊ എന്താവും? 4 - 6 = 2 -2 -2 ഇൻറ്റു 30. അപ്പൊ എത്ര വരിക? -60. ഈ മൈനസിനെ നമ്മൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ഇത് ഇവിടെ നിന്നാണ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ചെറുതാവുമ്പോ മൈനസ് നേരെ എന്ത് ചെയ്യാ? ഈ മിനിറ്റിന്റെ പകുതി. 30 മിനിറ്റ് ആണല്ലോ, അതിന്റെ പകുതി 15. 60 - 15 45. ഓക്കെ.